ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇഷിൽ മറിയ. TS ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പുതുവായിൽ നാരായണ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി നാം ആചരിക്കുന്നു. മലയാള സാഹിത്യകാരനായ മനോജ് പുള്ളുമാത്ത് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. പുസ്തകങ്ങൾ ചങ്ങാതിമാരെ പോലെയാണെന്നും നല്ല പുതുതലമുറ കെട്ടിപ്പടുക്കാൻ അവ ഏറെ ആവശ്യമാണെന്നും കവി ഇതിൽ പറയുന്നു. വായിച്ചാണ് നാം ഓരോരുത്തരും വളരേണ്ടത് എന്ന് കവി ഇതിലുടനീളം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻഗണം, അറിവിൻ തേൻഗണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തേൻഗണം, അറിവിൻ തേൻഗണം, അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം, പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിലൊരു കുളിർച്ചോലയായൊഴുകിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിലൊരു കുളിർച്ചോലയായൊഴുകിയിടണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. ഉള്ളിൽ മതേതര മൂല്യം വിതക്കുവാൻ ഒന്നാണു നാമെന്ന ബോധം വളർത്തുവാൻ. ഉള്ളിൽ മതേതര മൂല്യം വിതക്കുവാൻ ഒന്നാണു നാമെന്ന ബോധം വളർത്തുവാൻ. കരുണാകുരം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം. കരുണാകുരം കരളിലുണ്ടാകുവാൻ നല്ല പുസ്തക ചങ്ങാതി കൂടെയുണ്ടാവണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പോകണം വായനാശാലയിൽ നല്ല പുസ്തക കൂട്ടരെ തേടിപ്പിടിക്കുവാൻ. പോകണം വായനാശാലയിൽ നാം നല്ല പുസ്തക കൂട്ടരെ തേടിപ്പിടിക്കുവാൻ. പുതുലോകമുള്ളിൽ തെളിയുവാൻ, തലമുറക്കകമേ വെളിച്ചം പകർന്നിടുവാൻ. പുതുലോകമുള്ളിൽ തെളിയുവാൻ, തലമുറക്കകമേ വെളിച്ചം പകർന്നിടുവാൻ. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം.